പാലക്കാട് വാണിയംകുളത്ത് സീബ്ര ക്രോസ് മുറിച്ചു കടക്കുകയായിരുന്ന 3 വിദ്യാർത്ഥികളെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചു. വാണിയംകുളം TRK ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അനിയ കൃഷ്ണ, അശ്വനന്ദ, നിവേദിത എന്നിവരെയാണ് ബൈക്ക് ഇടിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നും ഈ ഇത് കൂടെ തന്നെ പോയി സീബ്ര ക്രോസ് കൂടെ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ഒരാൾ ഞങ്ങൾക്ക് നിർത്തി തന്നു. ഞങ്ങൾ 3 പാടെ പോകണം. അപ്പോൾ ഒരാൾ നിർത്തി തന്നു. അപ്പോൾ ഞങ്ങളങ്ങനെയാണ് നിർത്തേണ്ട ഇതിൽ നേരെ മുമ്പ് ഒരു ഏട്ടൻ ആരോ എനിക്കറിയില്ല വേഗം വന്ന് തട്ടി. ബാക്കിയൊന്നും ഓർമ്മയില്ല. പക്ഷേ നല്ല ഇതിലിടിച്ചു. ഞങ്ങളപ്പുറത്തെ കടന്നു ധരിച്ചു. ഏതോ ഓട്ടോറിക്ഷക്കാരും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ അമ്മ ഉണ്ടായിരുന്നു. അവരൊക്കെ പടം ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ബാക്കിയുള്ള വണ്ടികൾ നിർത്തി തന്നിട്ട് തന്നെ ക്രോസ് ചെയ്ത്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടി ബൈക്കിൽ വന്നിട്ട് സൈഡിൽ കൂടെ വന്ന് ഓവർടേക്ക് ചെയ്തപ്പോൾ തട്ടിയതാ. ഞങ്ങളങ്ങനെ തെറിച്ച് വീണു. പിന്നെ ബോധം പോയി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ബോധം വന്ന്. ഗോകുൽ VS ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, ഇടിച്ചതിന് ശേഷം കുട്ടികൾക്ക് ബോധമുണ്ടായിരുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നു. ഇപ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഈ ബൈക്ക് അമിത വേഗതയിലായിരുന്നു? 3 പേരുടെയും ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അവർ സുഖം പ്രാപിച്ചു വരികയാണ്. വാണിയംകുളം TRK ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അനയ്യ കൃഷ്ണ, അശ്വനന്ദ, നിവേദിത എന്നിവർക്കാണ് ബൈക്ക് ഇടിച്ചത്. ഇതിൽ നിവേദിത ഇന്നലെ തന്നെ ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ആ ഇടിയുടെ ആ സമയത്ത് പരിഭ്രമവും മറ്റു കുട്ടികളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ പരിക്ക് ഗുരുതരമല്ല. അവർ 2 പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. പക്ഷെ അവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഇവരെ വൈകിട്ട് 4:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഇവർ സീബ്ര ലൈനിലൂടെയാണ് റോഡ് മുറിച്ചു കിടന്നത്. ഇതിനിടയിൽ ഒരു വാഹനം നിർത്തി തന്നു. എന്നാൽ മറ്റൊരു ബൈക്ക് നിർത്താതെ മുന്നിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. അമിത വേഗം എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ സീബ്ര ലൈൻ കണ്ടപ്പോൾ അവിടെ നിർത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പാലക്കാട് വാണിയംകുളത്താണ് സീബ്ര ക്രോസ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ 3 വിദ്യാർത്ഥിനികളെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചത്. ഗോകുൽ VS ആണ് ആ വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.